ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ഒരു പാലട പായസവും വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബസ്മതി റൈസ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയിൽ കഴുകി നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് ഉപ്പും ചേർത്ത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസുമാണ്. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ വാർത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് ചൂടാക്കി അതിലേക്ക് ഹോൾ സ്പൈസസ്, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ വാർത്ത് വെച്ച അരിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിങ്ങനെ അതിൻ്റെ വെള്ളമയെല്ലാം പോകും. എന്നതിന് ശേഷം ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3.25 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ബസ്മതി റൈസ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ ബസ്മതി റൈസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. എണ്ണ ചൂടാക്കി അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ടു. അരയ്ക്കാനായിട്ട് പച്ചമുളകും മല്ലിയില, ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില, പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ പെരുംജീരകം, പട്ടയും 1 ഗ്രാമ്പും 1 കാടമ്മം ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. ഇവിടെ ഇപ്പോൾ സവാള 2 സവാള സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കണേ. നമുക്ക് വഴറ്റി തുടങ്ങാം. സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ. ഇനിയിപ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും പച്ചമുളകും ആ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റിയ ശേഷം ഒരു 3 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ്, ഞാനിവിടെ ക്യാരറ്റും പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല, പിന്നെ കോളിഫ്ലവർ ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇല്ലാത്ത കാരണം ഞാൻ പൊട്ടാറ്റോയും ക്യാരറ്റും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ചതച്ച അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ കഷ്ണം തിളയ്ക്കുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് പാല് തിളപ്പിച്ച് തുടങ്ങി. അട ഓൾറെഡി ഞാൻ വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ചൂടുവെള്ളം ഇതിട്ടിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു. നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. പായസത്തിൻ്റെ പാല് തിളച്ച് വരുന്നുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അട, വെള്ളം വാർന്ന അട ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ കടന്ന് നന്നായിട്ട് നമ്മുടെ അട ഒന്ന് വേവട്ടെ. അപ്പോൾ പാലും നന്നായിട്ട് കുറുകി വരണം, അടയും വേവുകയും ചെയ്യും. അപ്പോൾ അത് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മസാല ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്, നമ്മുടെ വെജിറ്റബിൾസൊക്കെ. ഇനി ഞാൻ ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കുകയാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വറുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ ബ്രെഡ് പീസസ് റെഡിയായി. ഇപ്പോൾ നമ്മുടെ ചോറും വെന്തിട്ടുണ്ട്. മസാല ചോറിൻ്റെ ഞാൻ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ലെയറാക്കി. പിന്നെ മുകളിൽ മല്ലിയിലയും ഇട്ടു, നെയ്യും ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡും ആഡ് ചെയ്ത ശേഷം ദമ്മിൽ വെക്കുകയാണ്. ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഞാൻ എപ്പോഴും വെക്കാറ്. ആ പ്ലേറ്റിൻ്റെ മുകളിൽ എൻ്റെ ഈ ബിരിയാണി പോട്ട് വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ്സ് മീഡിയം ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ദമ്മിട്ടു. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയും റെഡി. നമ്മുടെ പാലട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലട പായസവും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ ബിരിയാണിയും റെഡിയായി, പാലട പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.